ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ലീവുള്ള ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ അനിയത്തിൻ്റെ വീട്ടിലും പോയിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ വന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഇതാ പോവാനായിട്ട് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ലീവാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കും എനിക്കൊക്കെ ലീവാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 4:30 ശേഷമാണ് കേട്ടോ വീട്ടിലേക്ക് പോണത്. അപ്പം അങ്ങനെ നമ്മളിതാ പോവാനായിട്ട് ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ടോ വീട്ടിലേക്കൊക്കെ പോയിട്ട്, അതേപോലെ തന്നെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പം ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പോവല്. അപ്പം എൻ്റെ വീട് വാണിയമ്പലം ശാന്തിയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ വീട് വാണിയമ്പലം മാട്ടക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവല്. അപ്പോൾ രണ്ടും ഒരു റൂട്ടായതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് പോകുമ്പോൾ പിന്നെ രണ്ടോടത്തേക്ക് അങ്ങനെ പോകും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിത് അങ്ങനെ വാണിയമ്പലം എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് RCMൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വാണിയമ്പലത്ത് RCMൻ്റെ ചെറിയൊരു കട ഉണ്ട് കേട്ടോ. വാണിയമ്പലത്ത് താളിയംകുണ്ട് റോട്ടുമ്മലൊരു RCMൻ്റെ ഒരു ചെറിയൊരു കട ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തവിടെണ്ണൻ്റെ കുറച്ച് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുടുംബത്തിലും അതേപോലെ തന്നെ അയൽവാസികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് തവിടെണ്ണൊക്കെ ഒന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വീട്ടിൽ പോകുമ്പോഴൊരു പേക്ക് കൊണ്ടുപോകണം. അതേപോലെ തന്നെ അനിയത്തിക്കും വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഓർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ നമുക്കും തന്നെ വീട്ടിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പം അങ്ങനെ നമ്മളിത് RCMൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് RCMൻ്റെ ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് വരുന്ന സമയത്തൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങല്. പിന്നെ ഇവിടെ പൂക്കട്ടും പാടത്തും ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ കരുവാരക്കുണ്ടും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുതരും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങല്. അങ്ങനെ നമ്മൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതവിടെ RCMൻ്റെ നൂഡിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ RCMൻ്റെ നൂഡിൽസ് വളരെ ഹെൽത്തി ആയ നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ ഇത് RCMൻ്റെ ഈ ഒരു സോപ്പാണ് കേട്ടോ അലക്കാനായിട്ട് ഉപയോഗിക്കില്ല. അപ്പം നമുക്ക് ചില സോപ്പിന് കൈയിനൊക്കെ അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു RCMൻ്റെ സോപ്പിന് അങ്ങനത്തെ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. പിന്നെ നമ്മളിതാ പാത്രം കഴുകുന്ന ഡിഷ് വാഷും അതേപോലെ തന്നെ നൂഡിൽസും പിന്നെ അലക്ക് സോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചായപ്പൊടിയൊക്കെ നല്ല ചായപ്പൊടിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ആ തവിടെണ്ണൻ്റെ ഒരു ബോക്സും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോണത് അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ.
അങ്ങനെ നമ്മളെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഓരോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ അങ്ങനെ മിഷു അനിയത്തിൻ്റെ കുട്ടിയും നല്ല കളിയിലാണ് കേട്ടോ. അപ്പം മിഷുവിൻ്റെ ഇവിടെ വന്നാൽ പിന്നെ ഈ ഒരു സൈക്കിൾ കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ അത് അനിയത്തിൻ്റെ കുട്ടീൻ്റെ മീൻ പിടിക്കണ ചൂണ്ടലാണെന്നാട്ടോ പറഞ്ഞത്. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം കാണുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ ചിക്കൻ പൊക്കവടിയും ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോരാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിക്ക് ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ മെഷീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് അടിക്കാനൊക്കെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചതൊക്കെ ഒന്ന് വണ്ടിയിലെടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനി പിന്നെ നേരെ നമ്മൾ പോണത് നമ്മളെ സ്വന്തം വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പോന്നു കേട്ടോ. അപ്പം എൻ്റെ സ്വന്തം വീട് ശാന്തി അത്താണിക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ ശാന്തിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള്. അപ്പം നമ്മളെ വീട്ടിൽ വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു ചെന്നാൽ പിന്നെ ഉമ്മാക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പണിയൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മാനെ പിന്നെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പം അങ്ങനെ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് ചേമ്പിൻ്റെ തണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അമ്മനോട് ചൂല് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മുറ്റടിച്ചു വരുന്ന ചൂല് പറ്റി കുറ്റിയായിക്കുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് കുറുന്തോട്ടിൻ്റെ ചൂല് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരയിൽ അങ്ങനെ പെരയിൽ നല്ലോണം അടിച്ചു വരാണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറുന്തോട്ടി ചൂല് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഒന്നും ആരും ഇങ്ങനത്തെ ചൂലൊന്നും എടുക്കില്ലല്ലേ. അപ്പോൾ അത് പണ്ടിലോലൊക്കെ ഉപയോഗിക്കുന്ന ചൂലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉമ്മാനെടുത്ത് ചൂലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ പോരുകയാണ് കേട്ടോ.
അപ്പം നമ്മളങ്ങനെ അന്നത്തെ ദിവസം പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് കുട്ടികൾക്ക് മദ്രസയിൽ പരീക്ഷ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഓൾക്ക് വായിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ RCM നിന്ന് വാങ്ങിയത്. അപ്പോൾ RCMൻ്റെ സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളാണ് കേട്ടോ. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ തവിടെണ്ണ വേണമെന്ന് പറഞ്ഞവർക്കൊക്കെ പിന്നെ അങ്ങനെ പാക്കാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയാപ്പിളിൻ്റെ കൂട്ടുകാരനൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കവറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.